നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. അനന്തപുരിയിലെ തിരുവരങ്ങിൽ കലയുടെ ഉത്സവമേളം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം ശ്രദ്ധാകേന്ദ്രമായി ഗോത്ര കലാരൂപങ്ങൾ. കലാമേള നന്മ ഉണർത്തുന്നതാകണമെന്ന് മുഖ്യമന്ത്രി. സമഗ്ര കവറേജുമായി അമൃത ന്യൂസ്. ബഹിരാകാശത്ത് ISROയ്ക്ക് നിർണായക നേട്ടം. PSLV C-60 ദൗത്യത്തിൽ വിക്ഷേപിച്ച ക്രോപ്സ് പേലോഡിൽ വൻപയർ വിത്ത് മുളപ്പിക്കുന്ന പരീക്ഷണം വിജയിച്ചു. ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള യന്ത്രക്കൈയുടെ പരീക്ഷണവും വിജയം. ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയെന്ന് മന്ത്രി B. ഗണേഷ് കുമാർ. സനാതനധർമ്മത്തെ ചാതുർവർണ്ണ്യമെന്ന് പറയുന്നത് തെറ്റെന്ന് VD സതീശൻ. സനാതനധർമ്മത്തെ അശ്ലീലമെന്ന് വിശേഷിപ്പിച്ച MV ഗോവിന്ദനെതിരെ കേസെടുക്കണമെന്ന് K. സുരേന്ദ്രൻ. സംസ്ഥാനത്തെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് PSC നിയമനങ്ങളിൽ ഗ്രേസ് മാർക്ക് നൽകാൻ നടപടി തുടങ്ങിയെന്ന് ഭിന്നശേഷി കമ്മീഷണർ. നടപടി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ വിമുഖത കാട്ടുന്നുവെന്ന അമൃത ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന്. സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങി. പോസ്റ്റ് മെഷീനിലെ സാങ്കേതിക തകരാറെന്ന് വിശദീകരണം. തകരാർ പരിഹരിക്കാൻ ശ്രമം തുടരുന്നുവെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ്. തിരുവരങ്ങ് പവേർഡ് ബൈ ഇനി എത്ര വേണമെങ്കിലും ബട്ടർ അടിക്കാം. ഹാപ്പി പീനട്ട് ബട്ടർ ആൻഡ് ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് സാധു മെറി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക്, ചാല ഹിൽസ്, കണ്ണൂർ. കേര ഫെഡിന്റെ പരിശുദ്ധമായ കേര വെളിച്ചെണ്ണ. കലോത്സവ വാർത്തയിലേക്കാണ് ആദ്യം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തലസ്ഥാന നഗരിയിൽ തുടക്കം. രാവിലെ 9 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തി. തുടർന്ന് 10 മണിക്ക് ഒന്നാം വേദിയായ നിളയിൽ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചതോടെ കൗമാര കലാ മാമാങ്കത്തിന് തിരിതെളി. ഒന്നാം വേദിയായ നിളയിലാണ് ഔപചാരിക ഉദ്ഘാടനം നടന്നത്. പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്ന മുഖ്യമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്നും അത് ഏറെ അഭിമാനകരമാണെന്നും പറഞ്ഞു. വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാരൂപം ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ കലാവിഷ്കാരമാണെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനു ശേഷം പറഞ്ഞു. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുകയാണ്. ആ നിലയ്ക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കരണവും അരങ്ങേറി. വിവിധ നൃത്തരൂപങ്ങൾ ഏകോപിപ്പിച്ചായിരുന്നു ദൃശ്യാവിഷ്കാരം. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, കേരള നടനം, തിരുവാതിരക്കളി, ഒപ്പന, മാർഗംകളി എന്നിവയൊക്കെ വേദിയിൽ മനം മയക്കുന്ന ചുവടുകളുമായി എത്തി. ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ സ്വാഗതം പറഞ്ഞു. മന്ത്രിമാരായ GR അനിൽ, K. രാജൻ, AK. ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, KN. ബാലഗോപാൽ,
തുടങ്ങി 29 മുഖ്യാതിഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാടിന് മാത്രമല്ല സംസ്ഥാനത്തിന് തന്നെ ഉയർപ്പിന്റെ പാഠം പകരുകയാണ് വെള്ളാർമല ഗവൺമെന്റ് ഹൈസ്കൂൾ. ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുക കൂടിയാണ് കലോത്സവ വേദിയിൽ വെള്ളാർമലയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഘനൃത്തം. ഒരു രാത്രി കൊണ്ട് മാഞ്ഞ വയനാട് 3 പഞ്ചായത്തുകളിലെ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് വെള്ളാർമലയിലെ വിദ്യാർത്ഥികൾ ദുരന്ത അതിജീവനത്തിന് ശേഷം നടന്ന ആദ്യ സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിലെ സംഘനൃത്തത്തിലൂടെ ലോകജനതയോട് പറഞ്ഞത്. തങ്ങൾക്ക് ഇതിന് കഴിഞ്ഞതിൽ മത്സരാർത്ഥികളും അധ്യാപകരും ഒരുപോലെ സന്തുഷ്ടരാണ്. ഞങ്ങളുടെ സ്കൂളില്ലാത്തതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സൗകര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളിപ്പോൾ സ്കൂൾ വന്നവരായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സഹകരിച്ച് പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം ഫുൾ സപ്പോർട്ടോടുകൂടി ഞങ്ങളോട് നിന്ന് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അങ്ങനെ പഠിച്ചെടുത്തതാണിത്. ഇനി ഞങ്ങൾക്ക് എങ്ങനെ ഉയരാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബോധം അവർക്കുണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അതിനൊക്കെ നമ്മൾ തരണം ചെയ്യാനും അതിജീവിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവും. തകർന്നടിഞ്ഞ വെള്ളാർമല സ്കൂളും അതിൻ്റെ ഊർജ്ജവും ഇവിടെ അവശേഷിക്കുന്നുവെന്നും അത് തങ്ങളുടെ കുട്ടികളിലൂടെ ഉയർന്ന ലോകത്തിന് മാതൃകയാകുമെന്നും അധ്യാപകർ പറയുന്നു. ദുരന്തം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, അതിന് ഫുൾ സ്റ്റോപ്പ് വീഴാൻ പാടില്ല. അവിടുന്ന് നമ്മൾ പറന്നുയരണം. അപ്പോൾ പറന്നുയരുന്ന ഒരു മാതൃക ഇത്. ഇനി അത് നല്ല പഠന മികവിലാണെങ്കിലും എല്ലാ മേഖലയിലും ആ വിദ്യാലയം ഇനി ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് മാതൃകയാകും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വേദിയിലെത്തി കുട്ടികളെ അഭിനന്ദിച്ചത് കേരള ജനത നൽകുന്ന പിന്തുണയുടെ പ്രതീകമായി. സ്കൂളിൻ്റെയും നാടിൻ്റെയും ദീപ്ത സ്മരണകൾക്ക് മുന്നിലുള്ള സമർപ്പണം കൂടിയായിരുന്നു വെള്ളാർമല HSSലെ വിദ്യാർത്ഥികളുടെ സംഘനൃത്തം. കലോത്സവത്തിൽ നാടക മത്സരത്തിലും വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ആദ്യം തങ്ങളുടെ നല്ല കാലങ്ങൾ, അതിനുശേഷം തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ, അതിനുശേഷം തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം തന്നെ അവർ വളരെ കൃത്യമായി ഇത്രയും ഒരു ഗാനശില്പത്തിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു നൃത്തശില്പത്തിൽ അവർ വ്യക്തമാക്കി തന്നു. ഇനി അവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ്, അതാണ് അവർ പറയുന്നതും. അത്തരം ഉയർത്തെഴുന്നേൽപ്പ് വയനാടിനെ എല്ലാ തരത്തിലും ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ അമർജിത്തിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ അരങ്ങ് തകർക്കാൻ പതിവ് തെറ്റിക്കാതെ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുണക്കുട്ടികൾ എത്തി. ആദ്യ ദിനം തന്നെ ഇവർ മുന്നേറ്റം ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചവാദ്യ മത്സരത്തിലും ചാക്യാർകൂത്തിലും സംസ്കൃത ഇനങ്ങളിലുമാണ് ഇവർ മികവ് തെളിയിച്ചത്. കൊമ്പുമുഴക്കി അഖിലും ഇടയ്ക്കൊട്ടി പ്രവീണും തിമില തട്ടി ഭഗത് കൃഷ്ണയും ദേവമാധവും അരങ്ങ് തകർത്തപ്പോൾ മദ്ദളം പെരുക്കി ആദർശ് കൊട്ടിക്കൈ. ഇലത്താളം കൊണ്ട് അംബരീഷും അഭിലാഷും കൂടെ ചേർന്നു. ഈ 7 അംഗ സംഘത്തിന്റെ താളപ്പെരുക്കത്തിന് A ഗ്രേഡിന്റെ വിജയം ചേർന്നപ്പോൾ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിനത് മറ്റൊരു അഭിമാന നേട്ടം കൂടിയായി. അമ്മയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് കുട്ടികളെ ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്നത്. അമ്മയുടെ പ്രഥമ ശിഷ്യന്മാരിലൊരാളായ സ്വാമി തുരിയാമൃതാനന്ദപുരിയുടെ താല്പര്യവും പിന്തുണയും ചേർന്നതോടെ അമൃത സ്കൂളിന്റെ പഞ്ചവാദ്യ മഹിമ 3 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. പ്രശസ്ത കലാകാരൻ മടിയൻ രാധാകൃഷ്ണനാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി അമൃതയിലെ വിദ്യാർത്ഥികളെ പഞ്ചവാദ്യം അഭ്യസിപ്പിക്കുന്നത്. മികച്ച രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് ഇതുവരെ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ടീച്ചേഴ്സ്, സ്വാമിമാർ, അധ്യാപക ഇതര സുഹൃത്തുക്കൾ, ഇവരൊക്കെ അവിടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുന്നതുകൊണ്ടാണ് എത്ര മികച്ച രീതിയിൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. മുൻവർഷങ്ങളിലെ പോലെ ചാക്യാർകൂത്തിൽ A ഗ്രേഡുമായി അജയ് വി കുമാറും മികച്ച നേട്ടം സ്വന്തമാക്കി. മത്സരം നല്ല മത്സരമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്തു. എന്നെ അഭ്യസിച്ചത് പൈങ്കുളം നാരായണ ചാക്യാരാണ്. പിന്നെ നമ്മുടെ സ്കൂളിൽ ശ്രീകുമാർ സാറും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാർ ഇതെല്ലാം നോക്കുമായിരുന്നു എൻ്റെത്. സ്കൂളിലെ ഹിന്ദി അധ്യാപിക മിനിയുടെയും അഭിഭാഷകനായ വേണുകുമാറിൻ്റെയും മകനാണ് 10ാം ക്ലാസ്സുകാരൻ അജയ്. പാരിപ്പള്ളി അമൃത സ്കൂളിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഇതുപോലൊരു അവസരം മോന് കിട്ടിയത്. കാരണം
മാഷ് കൂടിയാട്ടത്തിൻ്റെ പരിശീലനത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ വരുമ്പോഴാണ് പാഠകത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവനെ കാണുന്നത്. അപ്പോൾ പങ്കെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് മാഷാണ് കൊടുക്കുന്നത്. പൈങ്കുളം നാരായണ ചാക്യാരാണ് ഗുരു. അപ്പോൾ മാഷ ഒരു കോൺഫിഡൻസ് കൊടുത്തപ്പോൾ നമുക്കും അതൊരു ചെയ്യിക്കാം എന്നൊരു ഇതുണ്ടായി. സമസ്യാപൂരണത്തിൽ ആർച്ചാകുമാർ ഡിയും ഉപന്യാസ രചനയിൽ നിരഞ്ജനയും എ ഗ്രേഡ് നേടി. ഞായറാഴ്ച കൂടിയാട്ടം, കഥാരചന, കവിതാരചന, പ്രഭാഷണം, പ്രസംഗം എന്നീ മത്സരങ്ങളിലും അമൃതയിലെ കുട്ടികൾ മാറ്റുരയ്ക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 5 ഗോത്രകലകൾ കലോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയെന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രത്യേകത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഗോത്ര കലാരൂപമായ മംഗലം കളി അരങ്ങിലെത്തിയപ്പോൾ പ്രേക്ഷകർക്കത് നവ്യ അനുഭവമായിരുന്നു. ചരിത്രത്തിലാദ്യമായി 5 ഗോത്രകലകൾ കൂടി കലോത്സവത്തിൽ മത്സര ഇനമായി. വടക്കൻ കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നാടൻ കലാരൂപമാണ് മംഗലം കളി. താളത്തോടെയുള്ള പാട്ടുകളും ചുവടുകളുമാണ് ഇതിന്റെ പ്രത്യേകത. തുളുവും മലയാളവും കലർന്നതാണ് വരികൾ. തുടിയാണ് പ്രധാന വാദ്യോപകരണമായി ഉപയോഗിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ നടുവളഞ്ഞു നിന്ന് കളിക്കുന്നു എന്നതാണ് മംഗലം കളിയുടെ പ്രത്യേകത. വിവാഹം, പെൺകുട്ടികളുടെ വയസ്സറിയിക്കൽ, താലികെട്ട് തുടങ്ങിയ സന്ദർഭങ്ങളിലാണ് മംഗലം കളി അരങ്ങേറുന്നത്. മാവിലാർ സമുദായക്കാരാണ് പ്രധാനമായും മംഗലം കളി പിന്തുടരുന്നത്. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കലാരൂപം ഇതാദ്യമായാണ് മത്സര ഇനമായി കലോത്സവ വേദിയിലെത്തിയത്. ഇത്തവണത്തെ കലോത്സവത്തിൽ ഗോത്രകലകളെ ഉൾപ്പെടുത്തിയതിൽ സന്തോഷമുണ്ടെന്നും നന്ദിയുണ്ടെന്നും പരിശീലകൻ റംഷീദ് മാഷ് പറഞ്ഞു. ഒരു ഗോത്രകല ഈ കലോത്സവത്തിൽ വരുന്നത് ഇതാദ്യമായിട്ടാണ്. 5 ഐറ്റം ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ പരിശീലിപ്പിച്ചത് മംഗലം കളിയാണ്. മംഗലം കളി കാസർഗോഡിൻ്റെ കലാരൂപമാണ്. മാവില, മലവേട്ടുവ വിഭാഗക്കാർ എല്ലാ കുട്ടികൾക്കും ഞാനിതിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇനി വലിങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാനൊന്നുമില്ല, പക്ഷേ പാട്ടും കൊട്ടും ഈ ശാസ്ത്രീയമായിട്ട് കളി പഠിക്കാത്ത കുട്ടികൾക്കും പാവപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് പഠിക്കാനൊന്നുമില്ല. തുടി എന്ന പരമ്പരാഗത താളവാദ്യത്തിന്റെ താളത്തിനൊത്ത് കലാകാരന്മാർ താളാത്മകമായി നൃത്തം ചെയ്യുന്നു എന്നതാണ് മംഗലം കളിയുടെ മറ്റൊരു പ്രത്യേകത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ കൊടും കുറ്റവാളിയായ തലാൽ അൽ അഹമ്മദ് ഷമ്മരി സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം ഇയാൾക്കെതിരെ ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇയാളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാളെ പിടികൂടുവാനുള്ള ശ്രമത്തിനിടയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചുവെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. യുഎയിലെ മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരം. ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് ചെയർമാനായ ഇദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. 27 പേർക്കാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ പ്രവാസി ഭാരതീയ പുരസ്കാരം പ്രഖ്യാപിച്ചത്. മെഡിക്കൽ രംഗത്തെ മികവിന് സൗദിയിലെ കർണാടക സ്വദേശി ഡോക്ടർ സയ്യിദ് അൻവർ ഖുർഷിദിനും അവാർഡുണ്ട്. ഈ മാസം 8 മുതൽ ഭുവനേശ്വറിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഗോള അറബി ഭാഷാ സമ്മേളനം ജിദ്ദയിൽ ആരംഭിച്ചു. ആഗോള സമ്മേളനത്തിലേക്ക് ഇന്ത്യയിൽ നിന്നുമുള്ള ഏക പ്രതിനിധിയായി പ്രമുഖ അറബി ഭാഷാ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 200ഓളം അറബി ഭാഷാ പണ്ഡിതന്മാരും ഗവേഷകരും പരിശീലകരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൗദി ജനറൽ കോൺഫറൻസ് അതോറിറ്റിയും ഭാഷാ വികസന സമിതിയും സംഘടിപ്പിക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഗോള അറബി ഭാഷാ സമ്മേളനം ജിദ്ദ റാഡിസൺ ബ്ലൂ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ചു. അറബി ഭാഷയുടെ അധ്യാപനവും പ്രചാരണവും ഗവേഷണവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവിടെ ജിദ്ദയിൽ 3 ദിവസത്തെ ഒരു ആഗോള സമ്മേളനം നടക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി അധ്യാപകരും കോളേജ് പ്രൊഫസർമാരും ഗവേഷക വിദ്യാർത്ഥികളും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള അറബി ഭാഷാ സമ്മേളനത്തിൽ അനറബി രാജ്യങ്ങളിലെ അറബി ഭാഷാ അധ്യാപന എന്ന സെഷനിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയായ ഡോക്ടർ ഹുസൈൻ മടവൂർ അധ്യക്ഷത വഹിച്ചു. അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ മുഹമ്മദ് അൽ സഹ്റാനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്ത് അറബി ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും സൗദിയിൽ വലിയ തോതിൽ വനിതകൾ ഇത്തരം വേദികളിൽ
പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുന്നുമുണ്ടെന്നും ഹുസൈൻ മടവൂർ അമൃത ന്യൂസിനോട് പറഞ്ഞു. കാലത്ത് മുമ്പുള്ളതിനേക്കാളേറെ അറബി ഭാഷയ്ക്ക് പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട്. ഓരോ രംഗങ്ങളിലും അറബി ഭാഷ പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരെക്കാൾ ഏറെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും. നാളെയോടുകൂടി അറബി ഭാഷാധ്യാപനവുമായി ബന്ധപ്പെട്ട 40ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കും. സുൽഫിഖുറദായി, അമൃത ന്യൂസ്, ജിദ്ദ. സനാതനധർമ്മത്തിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഭിന്നത ശക്തമാകുന്നു. സനാതനധർമ്മത്തെ ചാതുർവർണ്ണ്യമെന്ന് പറയുന്നത് തെറ്റെന്ന് വി.ഡി. സതീശൻ. സനാതനധർമ്മം അശ്ലീലമെന്ന് പറഞ്ഞ എം.വി. ഗോവിന്ദനെതിരെ നടപടിയെടുക്കണമെന്ന് ബി.ജെ.പിയുടെ ആവശ്യം. ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയെന്ന് മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചു. സനാതന ധർമ്മ വിഷയത്തിൽ പരസ്പരം പഴിചാരിയുള്ള രാഷ്ട്രീയ വാക്പോര് തുടരുന്നു. വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നേതാക്കളുടെ പ്രതികരണം ആയുധമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. സനാതന ധർമ്മത്തെക്കുറിച്ച് എം.വി. ഗോവിന്ദൻ പറഞ്ഞത് അജ്ഞതയെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. മുഖ്യമന്ത്രിയും CPM-ഉം സനാതന ധർമ്മത്തെ സംഘപരിവാറിന്റെ കീഴിൽ കൊണ്ടുകെട്ടാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഷർട്ട് വിവാദത്തിലും നിലപാട് വ്യക്തമാക്കി. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണയമാണെന്നും അത് വർണ്ണവ്യവസ്ഥയാണെന്നും അദ്ദേഹം തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് പറഞ്ഞു. അത് പറയാൻ പാടുള്ളത്. കാവി ഉടുക്കുന്നവനും ചന്ദനം തൊടുന്നവനും അമ്പലത്തിൽ പോകുന്നവനൊക്കെ RSS ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഞങ്ങൾ സമ്മതിക്കില്ല. അതുപോലെയാണ് സനാതന മൂല്യം എന്ന് പറയുന്നത് ഇതാണെന്ന് പറയുന്നത്. അതുകൂടി അവർക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയെന്നാണ് ഭരണപക്ഷത്തുള്ള മന്ത്രി ഗണേഷ് കുമാറിന്റെ വാദം. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തു മത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. സനാതനധർമ്മം അശ്ലീലമാണ് എന്ന് പ്രസ്താവിച്ച എം.വി. ഗോവിന്ദനെതിരെ നടപടിയെടുക്കണമെന്നാണ് ബി.ജെ.പിയുടെ ആവശ്യം. എം.വി. ഗോവിന്ദനെതിരെ കേസെടുക്കണമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ശിവഗിരിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന്റെ തുടർച്ചയാണ് എം.വി. ഗോവിന്ദന്റെ പ്രസ്താവനയെന്നും ബി.ജെ.പി. സനാതനധർമ്മം അശ്ലീലം ആണെന്നുള്ള CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന ബാലിശമായ ജൽപ്പനമാണ്. എം.വി. ഗോവിന്ദനെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരനും ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇനി അമൃത ന്യൂസ് ഇംപാക്ട് വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് PSC വഴിയുള്ള നിയമനങ്ങളിൽ ഗ്രേസ് മാർക്ക് നൽകാൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചു വരികയാണെന്ന് ഭിന്നശേഷി കമ്മീഷണർ. ഇത് സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്നും മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്യുമെന്നും ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കാത്തതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയുള്ള അമൃത വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ഭിന്നശേഷി കമ്മീഷണർ. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് 1973 മുതൽ നൽകി വന്നിരുന്ന PSC വഴിയുള്ള ഗ്രേസ് മാർക്ക് സംവിധാനം 2019 പിൻവലിച്ചത്. ഇതിന് പിന്നാലെ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ച് ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കുന്നതിൽ അനുകൂല വിധി സമ്പാദിച്ചിരുന്നു. പിന്നീട് ഇക്കാര്യത്തിൽ സർക്കാർ തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. ഈ വിഷയം ഉയർത്തിക്കാട്ടി അമൃത വാർത്താ സംഘം ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. PSC നിർത്തിവെച്ച ഗ്രേസ് മാർക്ക് അത് കൊടുക്കണം തന്നെയാണ് കമ്മീഷണറേറ്റും പറയുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റും പറയുന്നത്. അടുത്തിടയ്ക്ക് കൂടിയ SJDയുടെ സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കമ്മിറ്റിയിൽ, ഞാനടക്കമുള്ള കമ്മിറ്റിയിൽ ഒരു ഫോർമുല തയ്യാറാക്കി അത് ലോ ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിച്ച് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്നും രാവിലെയും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനിടയായി. അത് ഉടനെ തന്നെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞാൽ, അത് ക്യാബിനറ്റ് വെച്ച് കഴിഞ്ഞാൽ, അത് ഉത്തരവായി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉത്തരവിട്ട് പരിഹരിക്കാൻ പറ്റും. PSCക്ക് വളരെ കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ അപ്പോയിൻമെൻറ്റ് നടത്താനുള്ള സൗകര്യം ക്രമീകരിക്കാൻ പറ്റുന്നതായിരിക്കും. അത് ഉടനെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നം വിദൂരമല്ലെന്നും ഭിന്നശേഷി കമ്മീഷണർ പ്രതികരിച്ചു. അമൃത TV പോലുള്ള ചാനലുകൾ തീർച്ചയായിട്ടും ഇത് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരണം. ഭിന്നശേഷിക്കാർക്കൊരു ഒരു ആശ്വാസവും സമാധാനവുമാണ്. PSCയെ പോലുള്ള നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഈ കാര്യങ്ങളിൽ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എടുത്ത് എത്രയും പെട്ടെന്ന് അവർ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് അവരുടെ ജീവിതം, ഒരു പ്രാവശ്യമേ ജീവിതമുള്ളൂ ഭൂമിയിലൊക്കെ, വൈകല്യമായി പോയെന്നും പറഞ്ഞ് ജീവിതത്തിൻ്റെ അവകാശമൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് സാധാരണ പൗരനെ പോലെ ജീവിക്കാനും ജോലി ചെയ്യാനും മറ്റുള്ളവരെ പോലെയൊക്കെ ആയിരിക്കാനൊക്കെ അവസരമുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ഗവൺമെൻറ്റും കമ്മീഷനുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരിക്കും.
സാമൂഹ്യനീതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ, ഭിന്നശേഷി കമ്മീഷണർ, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, നിയമവകുപ്പ് സെക്രട്ടറി എന്നിവരടങ്ങിയ 7-അംഗ സമിതിയെയാണ് ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കുന്ന കാര്യം ചർച്ച ചെയ്യാനായി സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നൃത്തപരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. ശ്വാസകോശത്തിന് പുറത്തെ നീർക്കെട്ട് പൂർണ്ണമായും ഒഴിവായിട്ടില്ലെങ്കിലും ആരോഗ്യസ്ഥിതി തൃപ്തികരമായതിനാലാണ് വെന്റിലേറ്ററിലേക്ക് നിന്നും മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരാൻ വിദഗ്ധ സംഘം നിർദ്ദേശം നൽകിയത്. ഉമാ തോമസ് അപകടനില തരണം ചെയ്യുന്നതുവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയും. തൃക്കാക്കര MLA ഉമാ തോമസ് ഗ്യാലറിയിൽ നിന്നും വീണ് ഗുരുതര പരിക്കേറ്റ മൃദംഗനാദം പരിപാടിക്ക് പിന്നിൽ വൻ അഴിമതിയെന്ന് പരാതി. GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകി. അനാസ്ഥ മൂലമുണ്ടായ അപകടത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ GCDA ഓഫീസിലേക്ക് തള്ളിക്കയറി. MLA ഉമാ തോമസിന് ഗുരുതര പരിക്ക് പറ്റിയ വിഷയത്തിൽ ആദ്യമായാണ് പരസ്യ പ്രതിഷേധം. ചെയർമാൻ K. ചന്ദ്രൻപിള്ള രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറിയത്. KG മാക്സി MLA, PV ശ്രീനിജൻ MLA അടക്കമുള്ളവർ യോഗത്തിനെത്തിയിരുന്നു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ വിശാല കൊച്ചി അതോറിറ്റി പരിപാടിക്ക് അനുമതി നൽകിയതിൽ അഴിമതി ആരോപിച്ച വിജിലൻസിന് പരാതി ലഭിച്ചു. സ്റ്റേഡിയം നൽകാനാകില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടും ചന്ദ്രൻപിള്ള ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അനുമതി നൽകിയതിനു പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പരാതിയിലെ ആരോപണം. 2025 ഏപ്രിൽ 25 വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേഡിയം നൽകിയിരിക്കുന്നതിനാൽ നൃത്തപരിപാടിക്ക് സ്റ്റേഡിയം നൽകാനാകില്ലെന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം മറികടന്നാണ് ചെയർമാനായ ചന്ദ്രൻപിള്ള തീരുമാനമെടുത്തതെന്നാണ് പ്രധാന ആരോപണം. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തതെന്നും ഇതിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. സ്റ്റേഡിയത്തിൽ സ്റ്റേജ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അറിവുണ്ടായിരുന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. മേയർ M. അനിൽകുമാറിനെ പരിപാടിക്ക് ക്ഷണിച്ചത് തലേ ദിവസമായതിനാൽ അദ്ദേഹവും പങ്കെടുത്തില്ല. അമൃത ന്യൂസ്, കൊച്ചി. ബഹിരാകാശത്ത് നിർണായക നേട്ടം സ്വന്തമാക്കിയ ISRO. ബഹിരാകാശത്ത് യന്ത്രക്കൈ പ്രവർത്തിപ്പിച്ച് പരീക്ഷിച്ചാണ് ISRO നേട്ടം കൈവരിച്ചത്. റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ പരീക്ഷണമാണ് ISRO വിജയകരമായി നടത്തിയത്. തിരുവനന്തപുരത്തെ ISROയുടെ ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റാണ് യന്ത്രക്കൈ വികസിപ്പിച്ചത്. ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന പരീക്ഷണം വിജയകരമായി ISRO പൂർത്തിയാക്കി. PSLV C-60 ദൗത്യത്തിനൊപ്പം വിക്ഷേപിച്ച പ്രത്യേക ക്രോസ് പേ ലോഡിലാണ് വൻപയർ വിത്ത് മുളപ്പിച്ചത്. വിക്ഷേപണം കഴിഞ്ഞ് 4-ാം ദിവസമാണ് മുള പൊട്ടിയത്. 8 വിത്തുകളാണ് ബഹിരാകാശത്തേക്ക് അയച്ചത്. അനധികൃതമായി സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി തുടരുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ 31 ഉദ്യോഗസ്ഥരെ ഇന്ന് സസ്പെൻഡ് ചെയ്തു. ഇവരിൽ നിന്നും അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചുപിടിക്കും. സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. E-POS മെഷീനിലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിതരണം തടസ്സപ്പെട്ടത്. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയതായി ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് NICയുമായി ബന്ധപ്പെട്ടാണ് തകരാർ. ഉച്ചയ്ക്ക് ശേഷം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കോവിഡ് മഹാമാരിക്ക് കൃത്യം 5 വർഷത്തിന് ശേഷം മറ്റൊരു വൈറസ് ബാധയുമായി ചൈന വാർത്തകളിൽ നിറയുകയാണ്. HMPV ബാധിച്ച ആയിരങ്ങളാണ് ആശുപത്രിയിലുള്ളത്. നിരവധി പേർ മരിച്ചെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം രോഗം മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്തും രോഗത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല. ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് കുട്ടികളെയും പ്രായമായവരെയും പ്രതിരോധശേഷി കുറഞ്ഞവരെയുമാണ് ബാധിക്കുക എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. HMPV രോഗാണുക്കൾ ശ്വാസകോശത്തെയാണ് പ്രധാനമായും ബാധിക്കുക. എന്നാൽ വൈറസിന്റെ ഉറവിടം എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചുമ, പനി, ജലദോഷം, ശ്വാസതടസ്സം എന്നിവയാണ് ഈ പനിയുടെ സാധാരണ ലക്ഷണങ്ങൾ. അസുഖം മൂർച്ഛിച്ചാൽ വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള പനികളിലേക്ക് മാറാനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. HMPV ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സമയം സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗം പടരാനുള്ള സമയക്രമത്തിൽ മാറ്റങ്ങളുണ്ടാകും. പനി ആരംഭിച്ചു കഴിഞ്ഞാൽ വൈദ്യസഹായം തേടുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഈ വൈറസ് ശ്വാസകോശത്തെ വേഗം ബാധിക്കുന്നതിനാൽ ശ്വാസം മുട്ടുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം HMPV വ്യാപനത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയതോടെ ചൈനയിലേക്കുള്ള യാത്രകൾ പരിമിത
പരിമിതപ്പെടുത്തണമെന്ന് പല ഭരണകൂടങ്ങളും നിർദ്ദേശിച്ചിരുന്നു. വൈറസ് പടരുന്നതടക്കമുള്ള കാര്യങ്ങളോട് പ്രതികരിക്കാൻ ഔദ്യോഗികമായി ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited. സ്വാമിയേ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം ദർശിക്കാൻ പന്തളത്ത് ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. പന്തളം സമർക്കൽ കൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന തിരുവാഭരണങ്ങൾ കാണാൻ ഇതര സംസ്ഥാന തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി പേരാണ് ഓരോ ദിവസവും എത്തുന്നത്. 12-ാം തീയതിയാണ് തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്ക് പുറപ്പെടുക. 12 വിളക്ക് കഴിഞ്ഞതോടെ തിരുവാഭരണ ദർശനത്തിനായി മണികണ്ഠസ്വാമിയുടെ മണ്ണിലേക്ക് ഭക്തജന പ്രവാഹമാണ്. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ ജനുവരി 12 വരെയാണ് ദർശന സൗകര്യമുണ്ടാവുക. 3 പേടകങ്ങളിലായി തിരുമുഖം, പ്രഭാമണ്ഡലം, വെള്ളികെട്ടിയ വലംപിരിശങ്ക്, ലക്ഷ്മി രൂപം, വിളക്കുമാല, കലശത്തിനുള്ള തൈലക്കുടം, പൂജാപാത്രങ്ങൾ, നെറ്റിപ്പട്ടം, ജീവത, കൊടികൾ തുടങ്ങിയവയാണുള്ളത്. ഈ തിരുവാഭരണങ്ങൾ പ്രത്യേക സുരക്ഷയിലാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ശബരിമലയിലേക്ക് തിരുവാഭരണങ്ങൾ കൊണ്ടുപോകുന്ന പേടകങ്ങൾ, രാജപ്രതിനിധി സഞ്ചരിക്കുന്ന പല്ലക്ക് എന്നിവയും തീർത്ഥാടകർക്ക് കാണാൻ കഴിയും. രാജപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാജരാജവർമ്മയുടെ സാന്നിധ്യവും ഇനിയുള്ള ദിവസങ്ങളിലുണ്ടാകും. വർഷത്തിൽ 3 തവണ മാത്രമാണ് തിരുവാഭരണ ദർശനം സാധ്യമാകുന്നത്. മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തും അയ്യപ്പസ്വാമിയുടെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് തിരുവാഭരണം കണ്ടുതൊഴാൻ ഭക്തർക്ക് സൗകര്യം ലഭിക്കുക. തിരുവാഭരണം കണ്ടുതൊഴാൻ പന്തളത്തെത്തുന്ന തീർത്ഥാടകർക്ക് അന്നദാനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 12-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. അമൃത ന്യൂസ്, പത്തനംതിട്ട. കായിക വാർത്ത നോക്കാം. സിഡ്നി ടെസ്റ്റിൽ 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് നഷ്ടം. 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ 6-ന് 141 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 145 റൺസിന്റെ ലീഡാണ് ഇന്ത്യക്കുള്ളത്. ഓസ്ട്രേലിയ 1-ാം ഇന്നിംഗ്സിൽ 181 റൺസിന് പുറത്തായിരുന്നു. പ്രസിദ്ധ കൃഷ്ണയും 3 വിക്കറ്റ് വീതം നേടി. ബുംറ, നിതീഷ് കുമാർ റെഡ്ഡിയും 2 വിക്കറ്റ് വീതം നേടി. 1-ാം ദിനം ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് 185 റൺസിന് അവസാനിച്ചിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.